അർബൻ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തേവര അർബൻ ഫെസ്റ്റ് 2025 സംഘടിപ്പിക്കും. ഗൃഹോപകരണ വാഹന വായ്പാ മേളയും ഓണവിപണിയും തേവര സെന്റ് ജോസഫ് പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 4 വരെയായിരിക്കും നടക്കുക. ഞങ്ങളെ തേവര അർബൻ സഹകരണ സംഘത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളാണ്. ഞാൻ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ, സംഘത്തിൻ്റെ പ്രസിഡന്റ്, ശ്രീ ആൻ്റണി ജസ്ലിൻ അദ്ദേഹം സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ജോൺസൺ മാഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, അതുപോലെ തന്നെ അഭിഷേക് KS എക്സിക്യൂട്ടീവ് മെമ്പർ, അദ്ദേഹം ജിതിൻ ജോസഫ്, അദ്ദേഹം ഈ തേവര അർബൻ ഫെസ്റ്റിൻ്റെ കൺവീനറാണ്. പിന്നെ ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള ജോയ്സ് മാത്യു ഉലകന്തറ കൂടി ഇവിടെ പ്രസൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചുകൂട്ടാൻ്റെ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് 2024 ഓഗസ്റ്റ് 1 തീയതിയാണ് പുതിയ ഭരണസമിതി അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി കഴിഞ്ഞ 41 വർഷമായിട്ട് തേവര, കടവന്തറ, പെരുമാനൂർ, കോന്തുരുത്തി 5 ഡിവിഷനിലെ പ്രവർത്തന പരിധിയോട് പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ്. അതിന് ഏകദേശം ഇപ്പോൾ 144 കോടി രൂപയാണ് ഞങ്ങളുടെ മൊത്തം ഡെപ്പോസിറ്റ് നിക്ഷേപം. അംഗങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള നിക്ഷേപം 144 കോടി രൂപയാണ്. വായ്പാ ഇനത്തിൽ കൊടുത്തിരിക്കുന്നത് 95 കോടി രൂപയുണ്ട്. അത് വിവിധ വായ്പകൾ എന്ന് പറയുന്നത് വ്യക്തി പേഴ്സണൽ ലോണുണ്ട്, ഹൗസ് ലോണുണ്ട്, ഗോൾഡ് ലോൺ, അങ്ങനെയുള്ള വായ്പകളാണ്. അത്രയും ഒരു 2-3 ലിമിറ്റഡ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു നാളിതുവരെ കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ മന്ത്ലി ഡെപ്പോസിറ്റ് സ്കീം നമ്മുടെ ചിട്ടിക്ക് പകരമായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ഇതുണ്ട്. 75 എണ്ണം ഉണ്ട്. അത് നമുക്ക് ഈ 3 ബ്രാഞ്ചുകളുമായിട്ട് ചേർന്ന് നടത്തുന്നതാണ്. സംഘത്തിൻ്റെ ഇപ്പം 144 കോടി രൂപയെന്ന് പറഞ്ഞല്ലോ, ആ നിക്ഷേപം കിട്ടിയ നമ്മൾ അത് മൊത്തം വായ്പ കൊടുക്കാനുള്ള സാഹചര്യം നമുക്കില്ല. 95 കോടി രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഏകദേശം 144 കോടി രൂപ നിക്ഷേപമാണെങ്കിലും ബാക്കി വർക്കിംഗ് ഫണ്ടായിട്ട് മറ്റു ഫണ്ടുകളും കൂടി ഉള്ളതുകൊണ്ട് അതെല്ലാം കൂടി ചേർത്തുകൊണ്ട് 61 കോടി രൂപ നമ്മൾ മറ്റ് സാമ്പത്തിക സ്ഥാപനം, കേരള ബാങ്ക്, പീപ്പിൾസ് അർബൻ ബാങ്ക്, ICICI ബാങ്ക് അതുപോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപമായിട്ട് സംഘത്തിൻ്റെ പേരിൽ നിക്ഷേപിച്ചു. അപ്പോൾ സംഘം ഒരു സാമ്പത്തികമായിട്ട് നല്ലൊരു സാമ്പത്തിക ആരോഗ്യം എന്ന് വെച്ചാൽ ഹെൽത്തി ഫിനാൻഷ്യൽ പൊസിഷനാണ് സംഘത്തിൻ്റെ. ഈ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം സംഘത്തിൻ്റെ ബഹുമാന്യരായിട്ടുള്ള അംഗങ്ങളും അതുപോലെ പൊതുജനങ്ങളും നിരവധി ആവശ്യങ്ങളുമായിട്ട് സംഘത്തിൻ്റെ ഭാരവാഹികളെയും നേതൃത്വത്തിനെ സമീപിക്കുന്ന ഒരവസരമുണ്ട്. കഴിഞ്ഞ വാർഷിക പൊതുത്തിൽ ഞങ്ങളൊരു അടുത്ത 5 വർഷത്തേക്കുള്ള പദ്ധതികൾക്ക് രൂപം നൽകി അതിൻ്റെ അപ്രൂവൽ വാങ്ങിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രസക്തമായൊരു കാര്യം എന്ന് വെച്ചാൽ പുതിയ വായ്പകൾ കൊടുക്കുക എന്നുള്ളതാണ്. നേരത്തെ ഈ വസ്തു വാങ്ങാനും അല്ലെങ്കിൽ വീട് റിപ്പയർ ചെയ്യാനും ഒക്കെയുള്ള വായ്പയായിരുന്നു കൊടുത്തിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സോളാർ എനർജിയുടെ ഒരു കാലഘട്ടം, അത് ഏറ്റവും കൂടുതൽ വ്യാപിപ്പിക്കുന്നൊരു കാലഘട്ടത്തിൽ സോളാർ വായ്പ കൊടുക്കാനായിട്ടുള്ള ആദ്യത്തെ തീരുമാനം അതായിരുന്നു. സോളാർ വായ്പ കൊടുക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഫ്ലാറ്റുകൾ, നഗരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ, നമ്മൾ കൊച്ചി നഗര പ്രദേശമാണ്, അതിൻ്റെ 5 ഡിവിഷനിലും നിരവധി ഫ്ലാറ്റുകളുണ്ട്. സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലെന്ന് വെച്ചാൽ വസ്തു എത്രയും വാങ്ങാൻ പറ്റില്ല, സ്ഥലം വാങ്ങിച്ച് വീട് പണിയാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ മീഡിയം ലെവലുള്ള ആൾക്കാർക്കൊക്കെ ഫ്ലാറ്റുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഫ്ലാറ്റുകൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുന്നതിന് വേണ്ടി അവരെടുത്തിട്ടുള്ള ആ ഒരു പോർഷൻ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി 30 ലക്ഷം രൂപ വരെ പുതിയ വായ്പ കൊടുക്കുന്നതിനുള്ള പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു. സംഘത്തിൻ്റെ ഇപ്പോൾ 41 വർഷമായെന്ന് പറയുന്നുണ്ട്. ആദ്യകാലം മുതൽ 25 വർഷം തുടർച്ചയായിട്ട് ഒരു ഇതില്ല, 25 വർഷം ഇപ്പോഴും ആയിട്ട് നിൽക്കുന്ന സംഘാംഗങ്ങൾക്ക് ഒരു സുവർണ പെൻഷൻ പദ്ധതി എന്നുള്ള നിലയിൽ ആ ഒരു പദ്ധതി ആവിഷ്കരിച്ച് 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ള 25 വർഷം സംഘത്തിൽ മെമ്പർമാരായിട്ട് തുടർച്ചയായിട്ടിരുന്നവർക്ക് 1000 രൂപ പ്രതിവർഷം ഒരു പെൻഷൻ, സുവർണ പെൻഷൻ പദ്ധതി എന്നുള്ള പദ്ധതി നമ്മൾ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ സർക്കാരിലേക്ക് അതിൻ്റെ അപ്രൂവലിന് വേണ്ടി അയച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വാഹന വായ്പ നേരത്തെ ഒരു സ്കൂട്ടറിന് മാത്രം ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. അത് മാറ്റി എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് സാധാരണക്കാരായിട്ടുള്ള
ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിട്ടുള്ള അംഗങ്ങളുണ്ട് നമുക്ക്. ഓട്ടോറിക്ഷ, ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണെങ്കിലും മറ്റ് ഓട്ടോറിക്ഷക്കാണെങ്കിലും വായ്പ കൊടുക്കേണ്ട ഒരു പദ്ധതി തയ്യാറാക്കേണ്ടത് അത് നമ്മൾ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് സ്കൂട്ടറിന്, ടെമ്പോ ട്രാവലർ, കാറിന്, ഇലക്ട്രിക് കാറിനും അല്ലാത്ത കാറിനുമൊക്കെ അതിന് നമ്മൾ വായ്പ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ ഉള്ള, പിന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസിന് കൺസ്യൂമർ ലോണായിട്ട് കൊടുക്കുന്നുണ്ട്. ഗോൾഡ് ലോൺ 10 ലക്ഷം രൂപ വരെയാണ് നമ്മൾ ഇതുവരെ കൊടുത്തിരുന്നത്. അത് 25 ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിനും നമ്മൾ സർക്കാരിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഈ സംഘത്തിൻ്റെ. അതോടൊപ്പം സംഘത്തിന് മറ്റു പ്രവർത്തനങ്ങൾ എന്നുള്ള സാമൂഹ്യ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ, ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്കും അംഗങ്ങൾക്കുമൊക്കെ ഒരു എന്തെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷൻ നടത്താൻ വേണ്ടി AC ഹോൾ നമ്മൾ AC എയർ കണ്ടീഷൻഡ് ഹോള് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 1/8/2024 നമ്മൾ അധികാരത്തിലേറ്റത് ഈ സംഘത്തിൻ്റെ. അപ്പം അതിനകത്ത് അന്നത്തെ ഒരു കൂടിയ ഭരണസമിതി ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോട് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും കൊടുത്താൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നിർധനരായിട്ടുള്ള വിധവകളുടെ പെൺമക്കളുടെ വിവാഹത്തിന് 10,000 രൂപ വിവാഹ ധനസഹായമായി കൊടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും നമുക്ക് പൊതുസമൂഹത്തോട് നമുക്ക് കടപ്പാടുകളും അല്ലെങ്കിൽ അവരോട് പ്രതിബദ്ധതയോട് വേണമെന്നുള്ളതുകൊണ്ട് ഈ ഓണത്തിന് തേവരയുടെ പ്രദേശത്ത്, അല്ലെങ്കിൽ തേവര, കടവന്ത്ര, കോന്തുരുത്തി, പെരുമാനൂർ, അതുകൂടാതെ രഘുപുരത്തിൻ്റെ ഒരു ഭാഗം 5 ഡിവിഷനിൽ ആദ്യമായി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ തേവര അർബൻ ഫെസ്റ്റ് എന്നുള്ള പേരിൽ ഒരു എക്സിബിഷനും സെയിൽസും നടത്തുന്നുണ്ട്. അത് ഓണച്ചന്തയുണ്ട്, ഓണം ഫെയർ എന്നുള്ള നില. അതിൻ്റെ അകത്ത് എല്ലാ ടെക്സ്റ്റൈൽസിൻ്റെ വരുന്നുണ്ട്, ഹെൽത്ത് ക്ലബിൻ്റെ ആൾക്കാർ വരുന്നുണ്ട്, അതിന് ഫർണിച്ചർ ഐറ്റം വരുന്നുണ്ട്, സ്കൂട്ടർ, കാറ്, അതുപോലെ തന്നെ ഓട്ടോറിക്ഷയുടെ ഡീലർമാർ, അങ്ങനെ വൈവിധ്യങ്ങളായിട്ടുള്ള ഏജൻസികൾ അവിടെ വന്ന് നടത്തുന്നുണ്ട്. തേവര നമ്മുടെയൊക്കെ വലിയൊരു ആരാധനാ കേന്ദ്രമാണ് തേവര സെൻറ്റ് ജോസഫ് ചർച്ച്. അവിടെ സെൻറ്റ് ജൂഡ് ഷ്രൈൻ എന്ന് പറയും. അവിടെ വിശാലമായ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ 2 ഗ്രൗണ്ടുകളുണ്ട്. അവിടെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്ലേസാണത്. തേവരയുടെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് പ്ലേസിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും വന്നു പോകാനുള്ള തരത്തിലുള്ള ഒരു സ്ഥലമാണത്. അവിടെ ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 4 വരെ ഒരു മെഗാ ഫെസ്റ്റ് എന്നുള്ള നിലയിൽ തേവര അർബൻ ഫെസ്റ്റ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അംഗങ്ങളുടെയും അതല്ലെങ്കിൽ ഈ 5 ഡിവിഷനിലെയും പ്രധാന സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയൊക്കെ പാർട്ടിസിപ്പേഷനോടുകൂടി, പങ്കാളിത്തത്തോടുകൂടി കലാപരിപാടികളും അവരുടെയൊക്കെ എല്ലാ പിന്തുണയോടും കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ നമുക്ക് സമൂഹത്തിലെ എല്ലാവരും വന്നു പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പം അതിന് നമുക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അവിടെ 20,000-ഓളം കുടുംബങ്ങളാണ് ഈ 5 ഡിവിഷനിലും കൂടി ഉള്ളത്. 15,000 മുതൽ 20,000 വരെയുള്ള കുടുംബങ്ങൾ അവിടെയുണ്ട്, വീടുകളുണ്ട് അവിടെ. അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ കൂടാതെയാണ് ഈ പറയുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ആവശ്യങ്ങളും എല്ലാം അവിടെ വന്ന് നിറവേറ്റി പോകണം. തേവര അർബൻ സഹകരണ സംഘത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഇപ്പോൾ നിലവിലുണ്ട്. അത് കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ളൊരു പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഈ തേവര അർബൻ ഫെസ്റ്റുമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനുവേണ്ടിയാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്.